ഡിയർ ഫ്രണ്ട്സ്, വരുന്ന LDC എക്സാമിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന LDC എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡ്, ഒരാളുടെ ഭർത്താവിനെ കൊല്ലുന്നതിന് പറയുന്ന വേർഡാണ് മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ് എന്ന് പറയാം. മാരിറ്റിസൈഡ് ഓർ വിരിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡ്, ഒരാളുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നതിനെയാണ് മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ് എന്ന വേർഡ് കൊണ്ട് പറയുക. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്, ഒരാളുടെ വൈഫിന് ഭാര്യയെ കൊല്ലുന്നതിനെ പറയുന്നത് യുക്സോരിസൈഡ്. ഭാര്യയെ കൊല്ലുന്നതിനെ ഉക്സോരിസൈഡ് എന്നാണ് പറയുക. ഉക്സോരിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൾഡ് മെൻ, വയസ്സായ മനുഷ്യനെ കൊല്ലുന്നതിനെ, വയസ്സായ ഒരു ആളെ കൊല്ലുന്നതിനെ പറയുന്നതാണ് സെനിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൾഡ് മെൻ, സെനിസൈഡ്. കില്ലിംഗ് ഓഫ് വൺ സൺ ഓർ ഡാറ്റർ, ഒരാളുടെ മകനെയോ മകളെയോ കൊല്ലുന്നതിനെ പറയുന്ന പേരാണ് ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് വൺ സൺ ഓർ ഡാറ്റർ, ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് മദർ, മാട്രിസൈഡ്, ഒരാളുടെ അമ്മയെ കൊല്ലുന്നതിന് മാട്രിസൈഡ്, മാതൃഹത്യ. അമ്മയെ കൊല്ലുന്നതിന് മാട്രിസൈഡ്, മാതൃഹത്യ. കില്ലിംഗ് ഓഫ് ഫാദർ, പെട്രിസൈഡ്, പിതൃഹത്യ. കില്ലിംഗ് ഓഫ് ഫാദർ, അച്ഛനെ കൊല്ലുന്നതിന് പെട്രിസൈഡ്, പിതൃഹത്യ. കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാട്രിസൈഡ്, സഹോദരവധം. ഒരിക്കൽ കൂടി, കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡ് മാട്രിസൈഡ് ഓർ വിരിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ് യുക്സോരിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൾഡ് മെൻ സെനിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഡാറ്റർ ഓർ സൺ ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് മദർ മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ പെട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ സൊറോരിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ സൊറോരിസൈഡ്, സഹോദരി ഹത്യ. കില്ലിംഗ് ഓഫ് സിസ്റ്റർ സൊറോരിസൈഡ്, സഹോദരി ഹത്യ. കില്ലിംഗ് ഓഫ് റൈസ് ഓഫ് പീപ്പിൾ, ജനോസൈഡ്, കൂട്ടക്കൊല. ഒരു വർഗത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരെ കൊല്ലുന്നതിനെയാണ് ജനോസൈഡ് എന്ന് പറയുന്നത്, കൂട്ടക്കൊല എന്നാണ്. കില്ലിംഗ് ഓഫ് റൈസ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരെ കൊല്ലുന്നതാണ് ജനോസൈഡ്. കില്ലിംഗ് ഓഫ് റൈസ് ഓഫ് പീപ്പിൾ, ജനോസൈഡ്. കില്ലിംഗ് ഓഫ് മാൻ ബൈ അനദർ മാൻ, ഒരാളാൽ വേറൊരാൾ കൊല്ലപ്പെടുന്നതാണ് ഹോമിസൈഡ്. ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് മാൻ ബൈ അനദർ മാൻ, ഹോമിസൈഡ്, അതായത് നരഹത്യ. ഹോമിസൈഡ്, നരഹത്യ. കില്ലിംഗ് ഓഫ് ഇൻഫാൻറ്റ്, ഇൻഫാൻറ്റിസൈഡ്, ഭ്രൂണഹത്യ. ഇൻഫാൻറ്റ്, ഭ്രൂണത്തെ കൊല്ലുന്നതിനെയാണ് ഭ്രൂണഹത്യ. കില്ലിംഗ് ഓഫ് ഇൻഫാൻറ്റ്, ഇൻഫാൻറ്റിസൈഡ്, ഭ്രൂണഹത്യ. കില്ലിംഗ് ഓഫ് ടൈറാൻറ്റ്, ടൈറാനിസൈഡ്. കില്ലിംഗ് ഓഫ് ടൈറാൻറ്റ്, ടൈറാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സ്വേച്ഛാധിപതിയാണ്. സ്വേച്ഛാധിപതിയെ കൊല്ലുന്നതിനെയാണ് ടൈറാനിസൈഡ് എന്ന് പറയാം. കില്ലിംഗ് ഓഫ് ഗസ്റ്റ് ഓർ ഹോസ്റ്റ്, ഹോസ്പിറ്റിസൈഡ്, ഹോസ്പിറ്റിസൈഡ്. കില്ലിംഗ് ഓഫ് ഗസ്റ്റ് ഓർ ഹോസ്റ്റ്, ഹോസ്പിറ്റിസൈഡ്. കില്ലിംഗ് ഓഫ് മാസ്റ്റർ, ഹെരിസൈഡ്. കില്ലിംഗ് ഓഫ് മാസ്റ്റർ, ഹെരിസൈഡ്. ഒരിക്കൽ കൂടി, കില്ലിംഗ് ഓഫ് സിസ്റ്റർ സൊറോരിസൈഡ്. കില്ലിംഗ് ഓഫ് റൈസ് ഓഫ് പീപ്പിൾ, ജനോസൈഡ്. കില്ലിംഗ് ഓഫ് മാൻ ബൈ അനദർ മാൻ, ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് ഇൻഫാൻറ്റ്, ഇൻഫാൻറ്റിസൈഡ്. കില്ലിംഗ് ഓഫ് ടൈറാൻറ്റ്, ടൈറാനിസൈഡ്. കില്ലിംഗ് ഓഫ് ഗസ്റ്റ് ഓർ ഹോസ്റ്റ്, ഹോസ്പിറ്റിസൈഡ്. കില്ലിംഗ് ഓഫ് മാസ്റ്റർ, ഹെരിസൈഡ്. വൺ ഹു ഓവർ ആൻഷ്യസ് അബൌട്ട് വൺസ് ഹെൽത്ത്, ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ആൻഷ്യസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വാലിറ്റ്യൂഡിനേറിയൻ എന്നാണ് പറയുക. ഒരാളുടെ വൺ ഹു ഓവർ ആൻഷ്യസ് അബൌട്ട് വൺസ് ഹെൽത്ത്, ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ആകാംക്ഷപരമായിട്ടിരിക്കുന്നതിനെയാണ് വാലിറ്റ്യൂഡിനേറിയൻ എന്ന് പറയുക. വൺ ഹു ഓവർ ആൻഷ്യസ് അബൌട്ട് വൺസ് ഹെൽത്ത്, വാലിറ്റ്യൂഡിനേറിയൻ. എ പേഴ്സൺ ഹു പെർസ്യൂസ് പ്ലഷർ ആസ് വേ ഓഫ് ലൈഫ്, അതായത് അയാളുടെ ലൈഫ്, ജീവിതകാലം മുഴുവനും എപ്പോഴും സന്തോഷം തേടുന്ന ആളിനെ പറയുന്ന പേരാണ് ഹെഡിനിസ്റ്റ്. ഹെഡിനിസ്റ്റ്. എ പേഴ്സൺ ഹു പെർസ്യൂ പ്ലഷർ ആസ് വേ ഓഫ് ലൈഫ്, ഹെഡനിസ്റ്റ് എന്നാണ് പറയുക.
എ പേഴ്സൺ ബ്ലെയിംഡ് ഓർ പണിഷ്ഡ് ഫോർ മിസ്റ്റേക്ക് ഓഫ് അനദർ, വേറൊരാൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ സ്വീകരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ആളിനെയാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുക. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ബലിയാടെന്നാണ് മീനിങ്. സ്കേപ്പ് ഗോട്ട്. എ പേഴ്സൺ ബ്ലെയിംഡ് ഓർ പണിഷ്ഡ് ഫോർ മിസ്റ്റേക്ക് ഓഫ് അനദർ, സ്കേപ്പ് ഗോട്ട്. വൺ ഹു വാണ്ടേഴ്സ് വിത്തൗട്ട് സെറ്റിൽഡ് ഹോം, വാഗബോണ്ട്. വൺ ഹു വാണ്ടേഴ്സ് വിത്തൗട്ട് സെറ്റിൽഡ് ഹോം, വാഗബോണ്ട്. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, സ്ഥിരമായിട്ടൊരു വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയാണ് വാഗബോണ്ട് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുക. എ സ്റ്റേറ്റ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിയാത്ത അവസ്ഥ, സെലിബസി. കല്യാണം കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയെ പറയുന്നതാണ് സെലിബസി, അതായത് ബ്രഹ്മചര്യം. എ പേഴ്സൺ ഹു അൺമാരീഡ്, അതായത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് എന്ന് പറയുന്നത് സെലിബസി, ബ്രഹ്മചര്യം. എ അൺമാരീഡ് വിമൺ, അതായത് ആൻ അൺമാരീഡ് വിമണിനെയാണ് സ്പിനിസ്റ്റർ. സ്പിനിസ്റ്റർ അവിവാഹിത. ആൻ അൺമാരീഡ് വിമൺ, സ്പിനിസ്റ്റർ അവിവാഹിത. ഷോയി ഇൻറ്റൻഡഡ് ഫോർ വെയിൻ ഡിസ്പെർസി, ഒസ്റ്റൻഡേഷ്യസ്. ഷോയി ഇൻറ്റൻഡഡ് ഫോർ വെയിൻ ഡിസ്പ്ലേ. ഇപ്പോൾ വെയിൻ എന്ന് പറയുന്നത് എന്താണ്? വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അതായത് ഷോ കാണിക്കുന്നു എന്ന് പറയും. അതിനെയാണ് നമ്മൾ പറയുക, അതായത് പ്രത്യക്ഷത്തിൽ എന്നാണ് ഓസ്റ്റൻഡേഷ്യസ് എന്ന വാക്കിനർത്ഥം. ഷോയി ഇൻറ്റൻഡഡ് ഫോർ വെയിൻ ഡിസ്പ്ലേ, ഓസ്റ്റൻഡേഷ്യസ്. ഒരിക്കൽ കൂടി, വൺ ഹു ഓവർ ആൻഷ്യസ് അബൌട്ട് വൺസ് ഹെൽത്ത്, വാലിറ്റ്യൂഡിനേറിയൻ. എ പേഴ്സൺ ഹു പെർസ്യൂ പ്ലഷർ ആസ് എ വേ ഓഫ് ലൈഫ്, ഹെഡോണിസ്റ്റ്. എ പേഴ്സൺ ബ്ലെയിംഡ് ഓർ പണിഷ്ഡ് ഫോർ മിസ്റ്റേക്ക് ഓഫ് അനദർ, സ്കേപ്പ് ഗോട്ട്. വൺ ഹു വാണ്ടേഴ്സ് വിത്തൗട്ട് സെറ്റിൽഡ് ഹോം, വാഗബോണ്ട്. എ സ്റ്റേറ്റ് ബീയിങ് അൺമാരീഡ്, സെലിബസി. ആൻ അൺമാരീഡ് വിമൺ, സ്പിനിസ്റ്റർ. ഷോയി ഇൻറ്റൻഡഡ് ഫോർ വെയിൻ ഡിസ്പെർസി, ഓസ്റ്റൻഡേഷ്യസ്. എ യങ് അൺമാരീഡ് ഗേൾ, എ യങ് അൺമാരീഡ് ഗേൾ, മെയ്ഡ്, കന്യക. എ യങ് അൺമാരീഡ് ഗേൾ, മെയ്ഡ്, കന്യക. സ്റ്റേറ്റ് ബീയിങ് മാരീഡ് ടു ടു പേഴ്സൺ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ രണ്ട് ആൾക്കാരെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്തു പറയുക? ബൈഗമി. ബൈഗമി. സ്റ്റേറ്റ് ബീയിങ് മാരീഡ് ടു ടു പേഴ്സൺസ് ഓഫ് ദ സെയിം ടൈം, അറ്റ് എ ടൈം രണ്ട് ആൾക്കാരെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസ്ഥയെ പറയുന്നതാണ് ബൈഗമി. സെക്കൻഡ് മാരേജ്, രണ്ടാമത്തെ കല്യാണത്തെ എന്താ പറയുക? സെക്കൻഡ് വിവാഹത്തെ പറയുന്നതാണ് ഡൈഗമി, രണ്ടാമത്തെ വിവാഹം, ഡൈഗമി. എ കസ്റ്റം ഓഫ് മാരിങ് ഔട്ട്സൈഡ് ഓഫ് വൺസ് ട്രൈബ്, ഒരാളുടെ കുലത്തിൽ നിന്നും അല്ലെങ്കിൽ ജാതി മാറി വേറൊരാളെ കല്യാണം കഴിക്കുന്നതിനാണ് എക്സോഗമി എന്നാണ് പറയുക. എക്സോഗമി. എ കസ്റ്റം ഓഫ് മാരിങ് ഔട്ട്സൈഡ് ഓഫ് വൺസ് ട്രൈബ്, ഒരാളുടെ ട്രൈബിൽ നിന്ന്, ഒരാളുടെ കുലത്തിൽ നിന്ന് മാറി വേറെ കുലത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനെയാണ് എക്സോഗമി എന്ന് ഉദ്ദേശിക്കുക. വൺ ഹു ഹാസ് ഇൻഫിനിറ്റ് പവർ, ഒമിനി പൊട്ടൻ്റ്, അതായത് അപാരമായ കഴിവാണ്, അതിനെയാണ് ഒമിനി പൊട്ടൻ്റ് എന്ന് പറയുക. സർവശക്തൻ എന്നാണ് ഒമിനി പൊട്ടൻ്റ് പറയുക. വൺ ഹു ഹാസ് ഇൻഫിനിറ്റ് പവർ, അനന്തമായ ശക്തിയുള്ളവൻ, സർവശക്തൻ, ഒമിനി പൊട്ടൻ്റ്. വൺ ഹു പ്രസൻറ്റ് എവരിവെയർ, എല്ലായിടത്തും കാണപ്പെടുന്നവൻ. വൺ ഹു പ്രസൻറ്റ്, എല്ലായിടത്തും ഉള്ളവൻ, എല്ലായിടവും പ്രസൻ്റ് ആയിരിക്കുന്നവൻ, ഒമിനി പ്രസൻറ്റ്, സർവവ്യാപി. വൺ ഹു പ്രസൻറ്റ് എവരിവെയർ, നമ്മുടെ ദൈവത്തെയാണ് സർവ്വവ്യാപി എന്ന് പറയുന്നത്. വൺ ഹു പ്രസൻറ്റ് എവരിവെയർ, ഒമിനി പ്രസൻറ്റ്, സർവ്വവ്യാപി. വൺ ഹു നോസ് എവരിത്തിങ്, ഒമിനിസെൻറ്റ്, അതായത് എല്ലാം അറിയുന്നവൻ, ഒമിനിസെൻറ്റ്, സർവജ്ഞൻ, എല്ലാ വസ്തുതകളെക്കുറിച്ച് അറിവുള്ളവൻ, ഒമിനിസെൻറ്റ്, സർവജ്ഞൻ. ഒരിക്കൽ കൂടി, എ യങ് അൺമാരീഡ് ഗേൾ മെയ്ഡ്, സ്റ്റേറ്റ് ബീയിങ് മാരീഡ് ടു ടു പേഴ്സൺസ് അറ്റ് എ സെയിം ടൈം, ബൈഗമി. സെക്കൻഡ് മാരേജ്, ഡൈഗമി. എ കസ്റ്റം ഓഫ് മാരിങ് ഔട്ട്സൈഡ് ഓഫ് വൺസ് ട്രൈബ്, എക്സോഗമി. വൺ ഹു ഹാസ് ഇൻഫിനിറ്റ് പവർ, ഒമിനിപൊട്ടൻറ്റ്. വൺ ഹു പ്രസൻറ്റ് എവരിവെയർ, ഒമിനിപ്രസൻറ്റ്. വൺ ഹു നോസ് എവരിത്തിങ്, ഒമിനിസെൻറ്റ്. എ പേഴ്സൺ ഹു ലവ്സ് എവരി വൺ, ആൾട്രുയിസ്റ്റ്. എ പേഴ്സൺ ഹു ലവ്സ് എവരി വൺ, ആൾട്രുയിസ്റ്റ്, എല്ലാ പേരിടത്തും ഒരേപോലെ സ്നേഹിക്കുന്ന, ഒരേപോലെ ഉപകാരം ചെയ്യുന്നവൻ, അതായത് പരോപകാരി. ആൾട്രുയിസ്റ്റ് എന്ന വേർഡ് പരോപകാരി. ടോക്കിംഗ് ടു വൺ സെൽഫ്, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നവയാണ് സില്ലോക്കി എന്ന് പറയുക. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതിനെയാണ് സിലിലോക്കി, അതായത് ഏകാന്തത. സിലിലോക്കി, SILILO, സിലിലോക്കിയാണ് ഏകാന്തത. ടോക്കിംഗ് ടു വൺ സെൽഫ്, സിലിലോക്കി, ഏകാന്തത. ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ സെയിം ടൈം, ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളവരെയാണ് പോളിയാൻഡ്രി. പോളിയാൻഡ്രി മീൻസ് ബഹുഭർത്തൃത്വം. പോളിയാൻഡ്രി, ബഹുഭർത്തൃത്വം. കസ്റ്റം ഹാവിങ് ഓൺലി വൺ ഹസ്ബൻഡ്, ഒരേ ഒരു ഹസ്ബൻഡുള്ള കസ്റ്റമിനെ പറയുന്ന പേരാണ്, അതായത് ആ സിറ്റുവേഷനെയാണ് മോണാൻഡ്രി, ഏക ഭാര്യ
ഏകഭർത്തൃത്വം. മൊണാൻട്രി ഏകഭർത്തൃത്വം. ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള അവസ്ഥയാണ് ബഹുഭാര്യാത്വം. പോളിഗമി. ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് ദ സെയിം ടൈം, പോളിഗമി. കസ്റ്റം ഹാവിങ് ഓൺലി വൺ വൈഫ്, മോണോഗമി ഏകഭാര്യാത്വം. വൺ ഹൂ മെൻ ഷൂസ്, കോബ്ലർ. ഷൂസ് ഉണ്ടാക്കുന്നവരെ ചെരുപ്പ് കുത്തി എന്ന് പറയും, കോബ്ലർ. എ പേഴ്സൺ ഹൂ ലവ്സ് എവരി വൺ, ആൾട്രിസ്റ്റ്. ടോക്കിംഗ് ടു വൺ സെൽഫ്, സിലിലോക്കി. ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം, പോളിയാൻഡ്രി. കസ്റ്റം ഹാവിങ് ഓൺലി വൺ ഹസ്ബൻഡ്, മൊണാൻഡ്രി. ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് ദ സെയിം ടൈം, പോളിഗമി. കസ്റ്റം ഹാവിങ് ഓൺലി വൺ വൈഫ്, മോണോഗമി. വൺ ഹൂ മെൻ ഷൂസ്, കോബ്ലർ. വൺ ഹൂ മേക്സ് മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് പറയുക? ഭൂപടം നിർമ്മിക്കുന്ന ആൾക്കാർ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുക, കാർട്ടോഗ്രാഫർ. വൺ ഹൂ ഹെയ്റ്റ് വ്യുമൺ, സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സ്ത്രീ വിദ്വേഷി, അതായത് മിസോഗൈനിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ് വ്യുമൺ, മിസോഗൈനിസ്റ്റ്, സ്ത്രീ വിദ്വേഷി എന്നാ പറയുക. വൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, കല്യാണത്തിന് വെറുക്കുന്ന ആൾക്കാരെ മിസോഗാമിസ്റ്റ്, രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്, മിസോഗാമിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, വിവാഹ വിദ്വേഷി എന്നാണ്, വിവാഹവിദ്വേഷം, മിസോഗാമിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ്സ് മെൻ, ഒരു പുരുഷനെ വെറുക്കുന്നതിനെയാണ് മിസാൻട്രിസ്റ്റ് എന്ന് പറയുന്നത്, പുരുഷ വിദ്വേഷി. ഒരു പുരുഷനെ വെറുക്കുന്ന അവസ്ഥ മിസാൻട്രിസ്റ്റ്, പുരുഷ വിദ്വേഷി. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, എല്ലാവരെയും ഈ മനുഷ്യരെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്, മനുഷ്യ സ്നേഹി. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ്, മനുഷ്യ സ്നേഹി. എ പേഴ്സൺ ഹൂ നോസ് സെവറൽ ലാംഗ്വേജ്, ഒന്നിലധികം ലാംഗ്വേജസ് അറിയാമെന്നുള്ള ആൾക്കാരെ പോളിഗ്ലോട്ട്. ഒന്നിലധികം ഭാഷകൾ അറിയാമെന്നുള്ള ആൾക്കാരെ പറയുന്നതാണ് പോളിഗ്ലോട്ട്. എ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജ്, രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്നവരെ ബൈലിംഗ്വൽ, രണ്ട് ഭാഷകൾ സംസാരിക്കുന്നതിനാണ് ബൈലിംഗ്വൽ, ദ്വിഭാഷ. വൺ ഹൂ മേക്സ് മാപ്പ്, കാർട്ടോഗ്രാഫർ. വൺ ഹൂ ഹെയ്റ്റ് വ്യുമൺ, മിസോഗൈനിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, മിസോഗാമിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ്സ് മെൻ, മിസാൻട്രിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ്. എ പേഴ്സൺ ഹൂ നോസ് സെവറൽ ലാംഗ്വേജ്, പോളിഗ്ലോട്ട്. എ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജസ്, ബൈലിംഗ്വൽ. ഈവനിങ് പ്രയർ ഇൻ എ ചർച്ച്, പള്ളികളിൽ ചർച്ചിൽ നടത്തുന്ന വൈകുന്നേരങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് വെസ്പർ എന്നാണ് പറയുക. വൈകുന്നേരങ്ങളിൽ പള്ളികളിൽ നടത്തുന്ന പ്രാർത്ഥനയെ പറയുന്നതാണ് വെസ്പർ. ഈവനിങ് പ്രയർ ഇൻ എ ചർച്ച്, വെസ്പർ. മോർണിംഗ് പ്രയർ ഇൻ എ ചർച്ച്, മാറ്റിൻസ്. മോർണിംഗ് പ്രയർ ഇൻ എ ചർച്ച്, മാറ്റിൻസ്. രാവിലെ നടത്തുന്ന പ്രാർത്ഥനയാണ് മാറ്റിൻസ് എന്ന് പറയുക. എ ന്യൂ എൻട്രൻറ്റ് ഇൻ എ ജോബ്, പുതിയ ഒരു ജോബിലേക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് നൊവൈസ് എന്ന് പറയുക. എ ന്യൂ എൻട്രൻറ്റ് ഇൻ എ ജോബ്, നൊവൈസ്. തുടക്കക്കാരനെന്നാണ് നൊവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ന്യൂ എൻട്രൻറ്റ് ഇൻ എ ജോബ്, നൊവൈസ്. വൺ ഹൂ ഈറ്റ് ഹ്യൂമൻ ഫ്ലഷ്, മനുഷ്യൻ്റെ ഫ്ലഷിനെ കഴിക്കുന്ന ആൾക്കാരെ കാനിബൽ എന്നാണ് പറയുക. വൺ ഹൂ ഈറ്റ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ, നരഭോജി. കാനിബൽ, നരഭോജി. എ പേഴ്സൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ, എപ്പിക്യൂരിയൻ, അതായത് എപ്പോഴും സന്തോഷത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരെയാണ് എപ്പിക്യൂരിയൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ, എപ്പിക്യൂരിയൻ. വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ, പാൻഡമോണിയം. വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ, വളരെ അഗാധതയിലും ഉള്ള നോയ്സി, അതായത് സൗണ്ടിലൊക്കെ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് അല്ല കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നതിനെയാണ് പാൻഡമോണിയം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുക. വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവരിത്തിങ്, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ആൾക്കാരെയാണ് സയാനിക്, അതായത് എപ്പോഴും ദോഷം മാത്രം കാണുന്നവരെയാണ് സൈനിക് എന്ന് പറയുക, സൈനിക്. ഈവനിങ് പ്രയർ ഇൻ എ ചർച്ച്, വെസ്പർ. മോർണിംഗ് പ്രയർ ഇൻ എ ചർച്ച്, മാറ്റിൻസ്. എ ന്യൂ എൻട്രൻറ്റ് ഇൻ എ ജോബ്, നൊവൈസ്. വൺ ഹൂ ഈറ്റ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. എ പേഴ്സൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ, എപ്പിക്യൂരിയൻ. വൈൽഡ് ആൻഡ് നോയ്സ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ, പാൻഡമോണിയം. വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവരിത്തിങ്, സൈനിക്. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ സംസാരിക്കുന്നവരെ പറയുന്നതാണ് സൊപ്നിലോക്വിസ്റ്റ്, ഉറക്കത്തിൽ സംസാരിക്കുന്നവർ. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, സൊപ്നോക്വിസ്റ്റ്. വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്നവരെ സൊപ്നാംബുലിസ്റ്റ് എന്നാണ് പറയുക.
വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്നവരെ സൊംനാംബുലിസ്റ്റ്. ഡീപ്ലി റിലീജിയസ്, പയസ്. ഡീപ്ലി റിലീജിയസ്, ബയസ്, അതായത് ഒരു പ്രത്യേക മതത്തിൽ ഭയങ്കരത്ത് വിശ്വാസമുള്ളവരെയാണ് പയസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുക. ഭക്തൻ എന്നാണ് പറയുക. ഡീപ്ലി റിലീജിയസ്, പയസ്. വൺ ഹു ഫ്ലിറ്റ്സ് ലേഡീസ്, ഫിലാൻഡറർ. വൺ ഹു ഫ്ലിറ്റ്സ് ലേഡീസ്, അതായത് ശൃംഗാരഭാവം കാണിക്കുന്ന ലേഡീസുകളെ പറയുന്ന പേരാണ് ഫിലാൻഡറർ, ശൃംഗാരി എന്നാണ് പറയുക. ഫിലാൻഡറർ, ശൃംഗാരി. വൺ ഹു ഫ്ലിറ്റ്സ് ലേഡീസ്, ശൃംഗാരി, ഫിലാൻഡറർ. ഗവൺമെൻറ് ബൈ ഫ്യൂ, വളരെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെൻറ്റിനെയാണ് ഒലിഗാർക്കി എന്ന് പറയുക. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ പ്രഭുവർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ബൈ ദ നോബിൾസ്, പ്രഭുവർഗം, പ്രഭുക്കന്മാരുടെ ഗവൺമെൻറ്, അതിനെ അരിസ്റ്റോക്രസി എന്ന് പറയും. ഗവൺമെൻറ് ബൈ ദ വെൽത്തി പീപ്പിൾ, വളരെ സമ്പത്തുള്ള ആൾക്കാരുടെ, വളരെ ഉന്നത നിലയിൽ ധനികരുടെ ഗവൺമെൻറ്റിനെയാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. ധനികരുടെ ഭരണം, പ്ലൂട്ടോക്രസി. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്, സ്വപ്നിലോക്വിസ്റ്റ്. വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, സൊംനാംബുലിസ്റ്റ്. ഡീപ്ലി റിലീജിയസ്, പയസ്. വൺ ഹു ഫ്ലിറ്റ്സ് ലേഡീസ്, ഫിലാൻഡറർ. ഗവൺമെൻറ് ബൈ ഫ്യൂ, ഒലിഗാർക്കി. ഗവൺമെൻറ് ബൈ ദ നോബിൾസ്, അരിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ ദ വെൽത്തി പീപ്പിൾ, പ്ലൂട്ടോക്രസി. നെക്സ്റ്റ് വേർഡ്, ചാൻഡിങ് പ്രയർ പ്ലീസ് ടു ഗോഡ്, ഇൻകാൻറ്റേഷൻ. ചാൻഡിങ് പ്രയർ പ്ലീസ് ടു ഗോൾഡ്, അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന അമിതമായ പ്രാർത്ഥനയെയാണ് ഇൻകാൻറ്റേഷൻ എന്ന് പറയുന്നത്. മന്ത്രവാദം എന്നാണ് ഇൻകാൻറ്റേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാൻഡിങ് പ്രയർ പ്ലീസ് ടു ഗോഡ്, ഇൻകാൻറ്റേഷൻ, മന്ത്രവാദം. എ പേഴ്സൺ ഹു റിക്കവർ ഫ്രം ഇൽനെസ്, അസുഖമായിട്ടിരുന്നിട്ട് ശരിയായി വരുന്ന, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന അവസ്ഥയാണ് കോൺവാലിസെൻ്റ്, അതായത് സുഖകരമായ അവസ്ഥ, കോൺവാലിസെൻ്റ്. എ ഫ്യൂണറൽ സോങ്, ഡിർജ്. എ ഫ്യൂണറൽ സോങ്, ഡിർജ് എന്നാണ്, അതായത് വിലാപഗീതം. ഒരാൾ മരണപ്പെടുമ്പോൾ അവിടെ ആലപിക്കുന്ന പാട്ടിനെയാണ് നമ്മൾ വിലാപഗീതം എന്ന്, അല്ലെ ചരമഗീതം എന്നൊക്കെ പറയാം, ഡിർജ്. എ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഇൻ പ്രൈസ്, യൂലോജി. യൂലോജി, എ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഇൻ പ്രൈസ്, എന്തിനെങ്കിലും സ്തുതിച്ചുകൊണ്ട് നമ്മൾ സ്പീച്ച് നടത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ എഴുതുക എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് യൂലോജി എന്ന് പറയുന്നത്, പ്രശംസ. മാരിയിങ് ഒൺലി വിത്തിൻ എ ട്രൈബ്, ഒരു കുലത്തിനകത്ത് നിന്ന് തന്നെ, ഒരു ട്രൈബിനകത്ത് നിന്ന് തന്നെ, അതായത് സ്വവംശത്തിൽ നിന്നുള്ള വിവാഹമാണ് എൻഡോഗമി. മാരിയിങ് ഒൺലി വിത്തിൻ എ ട്രൈബ്, എൻഡോഗമി. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്, എപ്പിട്ടോം. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത് എപ്പിട്ടോം, സംഗ്രഹം, അതായത് സമ്മറി. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്കാണ് എപ്പിട്ടോം. എ പേഴ്സൺ ഹൂ ഈസ് സ്ലോ ടു ലേൺ, ഡൺസ്. എ പേഴ്സൺ ഹൂ ഈസ് സ്ലോ ടു ലേൺ, ഡൺസ്, അതായത് മടയൻ അല്ലെങ്കിൽ മണ്ട ശിരോമണി. എ പേഴ്സൺ ഹൂ സ്ലോ ടു ലേൺസ് ആണ് ഡൺസ് എന്നാണ് പറയുന്നത്, മടയൻ അല്ലെങ്കിൽ മണ്ട ശിരോമണി. എ പേഴ്സൺ ഹൂ ഫിൽഡ് വിത്ത് ആൻ എക്സസീവ് ഇന്തൂസിയാസം എസ്പെഷ്യലി ഇൻ റിലീജിയസ്, ഫൈനാറ്റിക്. എ പേഴ്സൺ ഹൂ ഫിൽഡ് വിത്ത് ആൻ എക്സസീവ് ഇന്തൂസിയാസം എസ്പെഷ്യലി ഇൻ റിലീജിയൻസ്, ഫൈനാറ്റിക്, അതായത് അധികമായിട്ടുള്ള ഒരു മതത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ മതഭ്രാന്തം എന്നാണ് അതിനെ പറയുക, മതഭ്രാന്തം എന്നാണ് പറയുക. ചാൻഡിങ് പ്രയർ പ്ലീസ് ടു ഗോഡ്, ഇൻകാൻറ്റേഷൻ. എ പേഴ്സൺ ഹു റിക്കവർ ഫ്രം ഇൽനെസ്, കോൺവാലിസെൻ്റ്. എ ഫ്യൂണറൽ സോങ്, ഡിർജ്. എ സ്പീച്ച് ഓർ റൈറ്റിംഗ് പ്രൈസ്, യൂലോജി. മാരിയിങ് ഒൺലി വിത്തിൻ എ ട്രൈബ്, എൻഡോഗമി. എ ബ്രീഫ് സമ്മറി ഓഫ് ബുക്ക്, എപ്പിറ്റോം. എ പേഴ്സൺ ഹു ഈസ് സ്ലോ ടു ലേൺ, ഡൺസ്. എ പേഴ്സൺ ഹു ഫിൽഡ് വിത്ത് എക്സസീവ് ഇന്തൂസിയാസം എസ്പെഷ്യലി ഇൻ റിലീജിയസ്, ഫൈനാറ്റിക്. ഒരിക്കൽ കൂടി ഈ വേർഡ്സ് എല്ലാം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക. കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡ്, മാരിറ്റിസൈഡ് ഓർ വിരിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്, യുക്സോരിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൾഡ് മെൻ, സെനിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് സൺ ഓർ ഡാട്ടർ, ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് മദർ, മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ, പെട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സൊറോരിസൈഡ്. കില്ലിംഗ് ഓഫ് റേസ് ഓഫ് പീപ്പിൾ, ജനോസൈഡ്, കൂട്ടക്കൊല. കില്ലിംഗ് ഓഫ് മാൻ ബൈ അനദർ മാൻ, ഹോമിസൈഡ്, നരഹത്യ. കില്ലിംഗ് ഓഫ് ഇൻഫാൻറ്റ്, ഇൻഫാൻറ്റിസൈഡ്, ഭ്രൂണഹത്യ. കില്ലിംഗ് ഓഫ് ടൈറാൻഡ്, ടൈറാനിസൈഡ്, അതായത് ആരാണ് രാജഘാതകൻ എന്നൊക്കെ പറയും, അല്ലെ സ്വേച്ഛാധിപതിയൊക്കെ. കില്ലിംഗ് ഓഫ് ഗസ്റ്റ് ഓർ ഹോസ്റ്റ്, ഹോസ്പിറ്റിസൈഡ്. കില്ലിംഗ് ഓഫ് എ മാസ്റ്റർ, ഹെരിസൈഡ്. വൺ ഹു ഓവർ ആൻഷ്യസ് അബൌട്ട് വൺസ് ഹെൽത്ത്, ഒരാളുടെ ആരോഗ്യത്തിൽ വളരെ ആൻഷ്യസ് ആയിരിക്കുന്ന അവസ്ഥയാണ് വാലിറ്റ്യൂഡിനേറിയൻ. എ പേഴ്സൺ ഹു പെർസ്യൂ
pleasure as a way of life. Hedonist, a person blamed or punished for mistakes of another. Scapegoat, one who wanders without settled home. Vagabond, a state being unmarried. Celibacy, a state being unmarried. Celibacy. An unmarried woman, spinster. Showy, intended for vain display, ostentatious. A young unmarried girl, maid, കന്യക. സ്റ്റേറ്റ് ബീയിങ് മാരീഡ് ടു ടു പേഴ്സൺ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ രണ്ടുപേരെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസ്ഥ. ബൈഗമി, സെക്കൻഡ് മാരേജ്, രണ്ടാമത്തെ വിവാഹം. ഡൈഗമി, എ കസ്റ്റം ഓഫ് മാരിങ് ഔട്ട്സൈഡ് ഓഫ് വൺസ് ട്രൈബ്, സ്വന്തം കുലത്തിൽ നിന്ന് വേറിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നതിന്. എക്സോഗമി, വൺ ഹു ഹാസ് ഇൻഫിനിറ്റ് പവർ, വളരെ അപാരമായ സ്ട്രെങ്ത് ഉള്ള ആൾ, ശക്തിയുള്ള ആളിന്. ഒമിനിപൊട്ടൻ്റ്, സർവശക്തൻ. വൺ ഹു പ്രസൻറ്റ് എവരിവെയർ, എല്ലായിടവും കാണപ്പെടുന്നവൻ, സർവ്വവ്യാപി. ഒമിനി പ്രസൻറ്റ്. വൺ ഹു നോസ് എവരിത്തിങ്, ഒമിനിസെൻ്റ്, എല്ലാം അറിയാവുന്നവൻ, സർവജ്ഞൻ. എ പേഴ്സൺ ഹു ലവ്സ് എവരി വൺ, എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾ. ആട്രിസ്റ്റ്, പരോപകാരി. ടോക്കിംഗ് ടു വൺ സെൽഫ്, സിലിലോക്കി. ടോക്കിംഗ് ടു വൺ സെൽഫ്, സിലിലോക്കി. ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. പോളിയാൻഡ്രി, പോളിയാൻഡ്രി. ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ ഒന്നിലധികം ഹസ്ബൻഡിനെ കൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് പോളിയാൻഡ്രി. കസ്റ്റം, ഹാവിങ് ഓൺലി വൺ ഹസ്ബൻഡ്, ഒരേ ഒരു ഹസ്ബൻഡുള്ള കസ്റ്റത്തിന് പറയുന്ന പേരാണ് മോണയാൻഡ്രി. ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ മോർ ദാൻ വൺ ഫൈവ്, ഒന്നിലധികം ഭാര്യമാരുള്ള അവസ്ഥ, ബഹുഭാര്യത്വം. പോളിഗമി. കസ്റ്റം, ഹാവിങ് ഓൺലി വൺ വൈഫ്, ഒരേ ഒരു ഭാര്യയുള്ള കസ്റ്റത്തിന് മോണോഗമി. വൺ ഹൂ മെൻ ഷൂസ്, കോബ്ലർ, ഷൂസ് ഉണ്ടാക്കുന്ന ആളെ കോബ്ലർ. വൺ ഹൂ മേക്സ് മാപ്പ്, മാപ്പ് ഉണ്ടാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ. വൺ ഹൂ ഹെയ്റ്റ് വ്യുമൺ, സ്ത്രീകളെ വെറുക്കുന്നവരെ മിസോഗൈനിസ്റ്റ്, മിസോഗൈനിസ്റ്റ്, സ്ത്രീ വിദ്വേഷി. വൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, കല്യാണത്തിനെ വെറുക്കുന്ന, വിവാഹത്തെ വെറുക്കുന്നവരെ മിസോഗാമിസ്റ്റ്. വൺ ഹൂ ഹെയ്റ്റ്സ് മെൻ, മിസാൻഡ്രിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മിസാൻത്രോപ്പിസ്റ്റ്. എ പേഴ്സൺ ഹൂ നോസ് സെവറൽ ലാംഗ്വേജസ്, ഒന്നിലധികം ലാംഗ്വേജസ് അറിയാമെന്നുള്ളവർ. പോളിഗ്ലോട്ട്. എ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജ്, ബൈലിംഗ്വൽ. ഈവനിങ് പ്രെയർ ഇൻ എ ചർച്ച്, വെസ്പർ. മോർണിംഗ് പ്രെയർ ഇൻ എ ചർച്ച്, മാറ്റിൻസ്. എ ന്യൂ എൻട്രൻറ്റ് ഇൻ എ ജോബ്, നോവൈസ്, പുതുതായിട്ടൊരു ജോലിയിൽ ചേരുന്നയാളാണ് നോവൈസ്, തുടക്കക്കാരൻ. വൺ ഹൂ ഈറ്റ് ഹ്യൂമൻ ഫ്ലഷ്, ഹ്യൂമൻ ഫ്ലഷ് ഇതിന് നരഭോജി, കാനിബൽ. എ പേഴ്സൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ, എപ്പോഴും സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. എപ്പിക്യൂറിയൻ. വൈൽഡ് ആൻഡ് നോയ്സ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ, വളരെ അഗാധമായ കൺഫ്യൂഷൻ, നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുക, സംശയങ്ങൾ തോന്നുക, അതിനെല്ലാം എന്താണ് പാൻഡമോണിയം. വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവരിത്തിങ്, എല്ലാത്തിനെയും കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളെയാണ് സൈനിക്. വൺ ഹൂ ടോക്ക് സ്ലീപ്പ്, ഉറക്കത്തിൽ സംസാരിക്കുന്നവരെ സോംനിലോക്യുസ്റ്റ്. വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, സോമിനാംബുലിസ്റ്റ്. ഡീപ്ലി റിലീജിയസ്, പയസ്. വൺ ഹൂ ഫ്ലിറ്റ്സ് ലേഡീസ്, ശൃംഗരിക്കുന്ന ലേഡി, ശൃംഗാരി. ഫിലാൻഡറർ. ഗവൺമെൻറ് ബൈ ഫ്യൂ, വളരെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെൻറ്. ഇത് പ്രഭുത്വ, ഒളിഗാർക്കി. ഗവൺമെൻറ് ബൈ നോബിൾസ്, പ്രഭുവർഗം, അവരുടെ ഗവൺമെൻറ് നെയിം. അരിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ ദ വെൽത്തി പീപ്പിൾ, പ്ലൂട്ടോക്രസി. ചാണ്ടിങ് പ്രയർ പ്ലീസ് ടു ഗോഡ്, ഇൻകാൻറ്റേഷൻ. എ പേഴ്സൺ ഹു റിക്കവർ ഫ്രം ഇൽനസ്, കോൺവാലിസൻറ്റ്. എ ഫ്യൂണറൽ സോങ്, ഡിർജി. ഫ്യൂണറൽ സോങ് അതായത് മരണപരമായ ചടങ്ങുകൾ പാടുന്നതാണ്, വിലാപഗീതം, ഡിർജി. എ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഇൻ പ്രൈസ്, യൂലോജി. യൂലോജി. എ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഇൻ പ്രൈസ്, അതായത് പ്രശംസിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന പ്രസംഗമോ അല്ലെങ്കിൽ എഴുത്തിനെയാണ് യൂലോജി എന്ന് പറയുക. മാരിയിങ് ഓൺലി വിത്തിൻ എ ട്രൈബ്, സ്വന്തം കുലത്തിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കുന്നതിന് എൻഡോഗമി. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്, ഒരു ബുക്കിൻ്റെ ബ്രീഫ് സമ്മറി. എപ്പിറ്റോം. എ പേഴ്സൺ ഹൂ ഈസ് സ്ലോ ടു ലേൺ, ഡുൺസ്. മടയൻ. എ പേഴ്സൺ ഹൂ ഫിൽഡ് വിത്ത് ആൻ എക്സസീവ് ഇന്തൂസിയാസം എസ്പെഷ്യലി ഇൻ റിലീജിയസ്, ഫൈനാറ്റിക്. അപ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.